അല്ല, മതമേലധ്യക്ഷന്മാരെ ഒന്നും അപഹസിക്കേണ്ട കാര്യമില്ല. നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയാം, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അപഹസിക്കാൻ പാടില്ല, അത് മോശം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മതമേലധ്യക്ഷന്മാർ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക്, വക്താക്കൾക്കും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ആ അഭിപ്രായങ്ങൾ പറയാം, അതിന് ആർക്കും വിരോധമില്ല. പക്ഷെ അപഹസിക്കുന്നത് മോശം തന്നെയാണ്. ഏതാ? അല്ല, അതന്നെ അത് അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് ഏതായിരുന്നാലും നല്ലതല്ല. ആ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. ആ കാര്യം മോശം തന്നെയാണ്. അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കാൻ പാടില്ല, അത് മോശം. യോജിക്കാൻ ഇപ്പോൾ നമ്മളൊക്കെ വിയോജിപ്പന്നല്ലേ. ആ കാര്യത്തിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ വിയോജിപ്പുണ്ടല്ലോ. പക്ഷേ അപഹസിക്കാൻ പാടില്ല. ആ സമയത്ത് ബിഷപ്പുമാർക്ക് ആ വിഷയം പറയാമായിരുന്നു എന്നുള്ള തോന്നുന്നുണ്ടോ? മണിക്കൂർ വിഷയം അത്രയൊരു അവസരം കിട്ടുമ്പോൾ അതിനിപ്പോൾ ഞാൻ ആ വിവാദം ഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോ സജി ചെറിയാന് തന്നെ തിരുത്തേണ്ടി വന്നു, എനിക്കത് വരണ്ടല്ലോ. കോൺഗ്രസിലേക്ക് കലാപം, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം, അത് മുന്നണിയുടെ ഉൾപ്പെടെ വിജയസാധ്യതയെ ബാധിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് ആ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊള്ളും എന്ന ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ പരിഹരിച്ചു കൊള്ളും എന്നുള്ളത് തന്നെയാണ് അനുഭവം. അല്പം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പരസ്യമായ ചർച്ചകളും കാര്യമൊക്കെ വരും. പിന്നെ നിങ്ങളത് വല്ലാതെ വലുതാക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് UDFന്റെയോ കോൺഗ്രസിന്റെയോ കെട്ടുറപ്പിനോ ഒന്നും ബാധിക്കും എന്ന് കരുതുന്നില്ല. ഒരേ വിഷയത്തില് പല അഭിപ്രായം എന്നല്ല, അതിനല്ലേ ജനാധിപത്യം. അത് പ്രയോഗിക്കുന്ന രീതിയിൽ പല രീതികളുണ്ട്. കോൺഗ്രസിനകത്ത് പിന്നെ അങ്ങനെ ഒരു ഡിബേറ്റൊക്കെ അതാത് കാലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. അത് അപകടത്തിലേക്കൊന്നും പോകില്ല. അതിനെപ്പറ്റി നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടാതിരിക്കണ്ട. ഇവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഈ ഘട്ടത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയോധ്യ പ്രശ്നം BJP വല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. അത് സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആരാധനയും അതുപോലെ തന്നെ വർഷിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇലക്ഷൻ സ്റ്റണ്ടാക്കി മാറ്റി പോകുന്നത് തന്നെയാണ് മതേതര കക്ഷികളൊക്കെ എതിർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ആകാവുന്ന തരത്തിൽ എല്ലാ മതേതര കക്ഷികളും അതിനോട് വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാർട്ടികൾ പ്രതികരിക്കുന്ന ഓരോ രീതികളുണ്ട്. പക്ഷെ BJP ചെയ്യുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും അനുകൂലിച്ചിട്ടില്ല. മതേതര പാർട്ടികളൊന്നും അനുകൂലിച്ചു, കോൺഗ്രസ് ഉൾപ്പെടെ ആരും അനുകൂലിച്ചിട്ടില്ല. ചോദ്യം മനസ്സിലായി. ഉത്തരം ഞാൻ ബോധപൂർവ്വം ലിമിറ്റ് ചെയ്തതാണ്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് BJP നടത്തുന്നതിന് എതിര് തന്നെയാണ്. പക്ഷെ ഓരോ കക്ഷികളും പ്രതികരിക്കുമ്പോൾ അവരവരുടെ രീതിക്കും അവരവരുടെ സംസ്ഥാനങ്ങളിലെ സാഹചര്യവും ബാക്കിയുള്ളതൊക്കെ വെച്ച് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും എതിർക്കുന്നുണ്ട്. BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അതിനെ തുറന്നു കാണിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ടോ? അതാണ് പിന്നെ നിങ്ങൾക്കൊരാവശ്യമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇല്ല, ആയിട്ടില്ല. അടുത്തുണ്ടാവും. അല്ല, സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചയെ ആയിട്ടില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴേ അതാവുള്ളൂ. പിന്നെ അത് വേറെ രൂപത്തിൽ ആ ചോദ്യം പിന്നെ ആവർത്തിച്ചു, അത്രയേ ഉള്ളൂ. സമയമാകുമ്പോൾ പറയാം. ഓക്കെ.